السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മൾ മീമബ ഒരു വ്ളോഗ് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റത്തെ വ്ളോഗാണ്. നമ്മളിതിൽ എന്താണ് നമ്മളെ പ്ലാൻ എന്താണ്? ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഒന്ന് ഇൻഷാ അല്ലാഹ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാമത്തെ ജന്മദിനം വരാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു കടയിൽ പോയി നല്ലൊരു സമ്മാനം വാങ്ങിക്കുന്നു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പബ്ലിക്കിൽ ചോദിക്കുന്നു. എന്നിട്ട് പബ്ലിക്കിൽ ഒരാളോട് ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആൻസർ പറയുന്ന ആൾക്ക് നമ്മൾ ആ സമ്മാനം കൊടുക്കുന്നു ഇൻഷാ അല്ലാഹ്. മറ്റൊന്ന്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജോലി ചെയ്ത മദ്രസയിലെ ഇപ്രാവശ്യത്തെ നബിദിനത്തിൻ്റെ പോസ്റ്റർ ഏൽപ്പിച്ചിരിക്കുന്നത് ഹാഫിദ് മഷ്ഹൂദിനെയാണ്. മാഷാ അല്ലാഹ് നല്ല മനോഹരമായിട്ട് പോസ്റ്റർ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ചെയ്ത പോസ്റ്ററിൻ്റെ പ്രിൻ്റ് എടുക്കാനുണ്ട്, അത് ഫ്രെയിം ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇൻഷാ അല്ലാഹ് എവിടെയാ പോവാ? ഉദക്കെങ്കിൽ നമുക്ക് വിക്കോല് പോവാം ഇൻഷാ അല്ലാഹ്. ഓക്കെ നമ്മളെ വിപ്പ് എത്തിയിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ആയിട്ട് എന്താ വാങ്ങാം? നല്ലൊരു സമ്മാനം ഇൻഷാ അല്ലാഹ് എടുക്കാൻ. അതായത് നമ്മൾ ഖുർആനികമായ നല്ലൊരു ചോദ്യം ചോദിക്കും പബ്ലിക്കിൽ, എന്നിട്ട് കൊടുക്കാനുള്ളൊരു ഗിഫ്റ്റാണ്. ചോക്ലേറ്റ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തത്, കഴിഞ്ഞ പ്രാവശ്യം ഒരു സമ്മാനം കൊടുത്ത ഡയറി മിൽക്കാണ് കൊടുത്ത. പക്ഷെ അതിൽ കുറേ കമൻറ്റ് വന്നിരുന്നു, എന്ത് ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റാന്ന് പറഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനത്തെ ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റ് ഒന്നും വേണ്ട നമുക്ക്. മാഷാ അല്ലാഹ് എടുക്കാല്ലേ? അമുൽ ബ്രാൻഡ് ഇന്ത്യൻ ബ്രാൻഡാണ്, ഇസ്രായേലല്ല അല്ലേ? നിങ്ങൾ സ്പോൺസറാ? മാഷാ അല്ലാഹ്. അപ്പൊ നമ്മളെ വിപ്കോ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ സമ്മാനം വിപ്കോ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. നമുക്ക് വിപ്കാണ് നമ്മളെ ഫസ്റ്റ് സ്പോൺസർ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതാണ് നമ്മളെ വിപ്കോട്ടാ. വിപ്കോ നമ്മളെ മാഷാ അല്ലാഹ്. വിപ്കോന്റെ സ്ഥല ലൊക്കേഷൻ വരുന്നത് ഒതുക്കുങ്ങൽ പള്ളി, ഏകദേശം പള്ളീൻ്റെ അടുത്തായിട്ടാണ്. ഒതുക്കുങ്ങൽ പള്ളീൻ്റെ അടുത്ത്. മലപ്പുറം റോഡല്ലേ ഇത്? ഇത് മലപ്പുറം റോഡാണ്. ഓക്കെ, നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോവാണ്. പോസ്റ്റർ അസ്സലാമു അലൈക്കും. വർക്കിംഗ് ഓൺ ഇറ്റ്. മാഷാ അല്ലാഹ്. പിന്നെ നമ്മളുടെ കേട്ടോ എങ്ങനെ ഉണ്ടാവും? മാഷാ അല്ലാഹ് വളരെ ഉഷാറായിട്ടുണ്ട്. സുറൂറെ ആലം അല്ലാഹ് മഷ്ഹൂദിൻ്റെ പോസ്റ്റർ നമ്മൾ പ്രിൻ്റ് എടുത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് കുട്ടികളെ കിട്ടുകയാണെങ്കിൽ സമ്മാനം ഇന്ന് കൊടുക്കാം. ഇന്ന് എടുക്കാൻ പറ്റുന്ന നമുക്ക് തോന്നില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് പോയൊക്കെ ഏതായാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ ഒരു കുട്ടിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കൊടുക്കുക നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് നടന്നിട്ടില്ല, നേരം വൈകിയതുകൊണ്ട്. സോ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോവുകയാണ്. മദ്രസയിൽ ഏതായാലും വീടെടുക്കാനും പോകാനുണ്ട്. അപ്പോൾ അവിടെ ഒരു കുട്ടിയോട് ചോദിച്ചിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നലെ വാങ്ങിയ ആ ചോക്ലേറ്റ് കൊടുക്കാം. പിന്നെ നമ്മൾ എന്തുകൊണ്ട് എല്ലാത്തിനേക്കാളും നിമിത്തങ്ങളെ സ്നേഹിക്കണം എന്നറിയോ നിങ്ങൾക്ക്? ഇല്ല, അറിയില്ല, പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. എന്താ അറിയോ? പോകുമ്പോൾ പറഞ്ഞുതരാം. ഒന്ന് എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഏറ്റവും മുഞ്ചുണ്ടായിരിക്കും, അതായത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതിൽ നിമിത്തങ്ങൾ വെല്ലാൻ ആരുമില്ല. ഇത് രണ്ടാമത്തെ കാരണം എന്നുള്ളത് നല്ല സ്വഭാവം, അതിലും നിമിത്തങ്ങളെ മറികടക്കാൻ ആരുമില്ല. മൂന്നാമത്തെ ഒരു കാരണം എന്നുള്ളത് നമുക്ക് അയാളിൽ നിന്ന് എന്തോ കിട്ടാനുണ്ട്, എന്തെങ്കിലും ഉപകാരം, അതിൻ്റെ കാര്യത്തിലും നിമിത്തങ്ങളാണ് മുന്നിൽ. ആഖിറത്തിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഷെഫി ആയിട്ട് വരുന്നത് ആരാണ്? നിമിത്തങ്ങളാണ്. ഈ ലോകത്തും ആഖിറത്തിനും എന്താണ് ബെനിഫിറ്റാണ് ഒരു മുഅ്മിനെ നിമിത്തങ്ങളെ കൊണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും നമ്മൾ എന്താക്കണം? നിമിത്തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം, മറ്റെന്തിനേക്കാളും സ്നേഹിക്കണം. മാഷാ അല്ലാഹ്. ഹാഫിദ് മഷ്ഹൂദ് നമ്മൾ കോട്ടക്കൽ ആട്ടീരി മദ്രസയിലെത്തിയിരിക്കുകയാണ്. കുട്ടികളൊക്കെ വരാന്തയിലുണ്ട്. ഭയങ്കര ഫാൻസ് ആയിട്ട് ഇവിടെ. മാഷാ അല്ലാഹ് നമ്മളെ പോസ്റ്റർ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. പിന്നെ അൽഹംദുലില്ലാഹ് ഇതൊക്കെ ആയിട്ട് നമ്മളെടുത്ത ഷോർട്സ്. ആൻഡ് ദ ഫൈനൽ വീഡിയോ ഈസ്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബിതങ്ങൾ ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. ലോകം മുഴുവൻ ഈ മാസത്തിൽ നബിതങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നു. നമ്മുടെ മദ്രസയും അതിന് ഭാഗമാകുന്നു. ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ. ഇൻഷാ അല്ലാഹ് എങ്ങനെയുണ്ട്? അല്ലാഹു തആല ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളെ യഥാർത്ഥ മുഹബ്ബീങ്ങൾ അല്ലാഹു നമ്മളെ കൊടുക്കുമാറാകട്ടെ. നമുക്ക് ഇന്നലെ ചോദ്യം ചോദിച്ചിട്ട് സമ്മാനം കൊടുക്കാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചോദ്യം ചോദിച്ച് കൊടുക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നമ്മൾ ഒരു കോട്ടിൽ പറഞ്ഞതുപോലെ നമ്മൾ പല പ്ലാൻ ചെയ്താലും പക്ഷെ അതൊന്നും നടക്കണമെന്നില്ല. അടുത്ത റബ്ബാദ്യം പ്ലാൻ ചെയ്ത് വെച്ചത് ഇൻഷാ അല്ലാഹ് ഇനിയിപ്പം കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ് നമുക്ക് ചോദ്യം ചോദിക്കാനുള്ള കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചോദ്യം ചോദിക്കാം അവരോട്. ചോദിക്കട്ടെ, ഒരാൾക്ക് അവസരം. സിമ്പിൾ ക്വസ്റ്റൻ കേട്ടോ. നബി തങ്ങളെ എത്രാമത്തെ നബിദിനാണ് വരാൻ പോകുന്നത്? 1460 ഓനിക്കറിയാം. അത് തെറ്റാണ്. അവൻ കൊടുക്ക്. എത്രാമത്തെയാ? 1500. മാഷാ അല്ലാഹ് കറക്റ്റ് ആൻസർ കേട്ടോ. ഒറ്റ മിനിറ്റ് വണ്ടി സൈഡാക്കി. ഓ ആരാ പറഞ്ഞാളാരാ ഇവനാട്ടോ പറഞ്ഞു. 1500 കറക്റ്റ് ആൻസർ. 500. എന്റെ പേരെന്താ? സിയാൻ. മാഷാ അല്ലാഹ്. അതിങ്ങനെ വെച്ച് പറയേ, ഇങ്ങനെ അടുത്തേക്ക്. എത്രാമത്തെയാ? 1500. മാഷാ നമ്മള് സിയാനാട്ടോ. മാഷാ താങ്ക് യു. നിബിതങ്ങൾ നല്ലോണം പഠിക്കട്ടോ. നിബിതങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ്. പാട്ടൊക്കെ ഉണ്ടോ നബിദിനത്തിന്? പഠിച്ചാ? അരെ മാഷാ അല്ലാഹ്. എന്നൊരു പാട്ട് പാടിയാ? ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. നിബിതങ്ങളെ നല്ലോണം സ്നേഹിക്കാൻ നല്ല തൗഫീഖ് കേട്ടോ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്. അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ചോദ്യം ചോദിച്ചിട്ട് ഒരു കുട്ടിക്ക് സമ്മാനം കൊടുത്തു. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ വ്ളോഗ് കൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളത് ഖുർആനെക്കുറിച്ചും ദീനെക്കുറിച്ചുമുള്ള അറിവുകൾ വ്ളോഗിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും ഖുർആനെക്കുറിച്ച് ദീനെക്കുറിച്ച് പഠിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ്. സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും കൂടിയാണ്. ഏതായാലും അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെയൊക്കെ നീയത്ത് നന്നാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ നമ്മുടെ ദുആയിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിലായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.